ആഘോഷിക്കുന്ന സിസ്റ്റർ മേരി ടോംസി എന്നിട്ട് ഈ അനുമോദന യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ അശ്വൻ വികാരിച്ചൻ, ഗോഡ്വിൻ എഴുക്കൂടൻ അച്ഛൻ, ഉദ്ഘാടകൻ ജിജോ തീരായി അച്ഛൻ, പിന്നെ എല്ലാവരെയും ഞാൻ വീട്ടുകാരെ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സിസ്റ്റേഴ്സിനെയും വീട്ടുകാരെ ഞാൻ ഈ കോട്ടപ്പടിയിൽ വരുമ്പോഴൊക്കെ പണ്ടോട്ട് വരുമ്പോഴൊക്കെ ലില്ലി ആൻറ്റി എന്ന പേര് എപ്പോഴും കേൾക്കാറുണ്ട്. ആ ലില്ലി ആൻറ്റി വീഡിയോ കണ്ടപ്പോഴാണ് ആ ലില്ലി ആൻറ്റി എങ്ങനെ എല്ലാവരും ആൻറ്റിയായി മാറി എന്നുള്ളത്. ഈ നാട്ടുകാർ മാത്രമായിരുന്നു ആൻറ്റി. സിസ്റ്റർ ടോംസി ആൻറ്റി അല്ലെങ്കിൽ വെറും ടോംസി ആൻറ്റി എന്ന് വിളിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നോളം ഈ നാട്ടിൽ ഏകദേശം സിൽവർ ജൂബിലി വരെ പ്രധാനമായിട്ടും സ്കൂൾ എഡ്യൂക്കേഷനിൽ വലിയൊരു നേതൃത്വം നൽകിയ സിസ്റ്റർ ആഫ്രിക്കയിലെ കെനിയയിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്കൂളിൽ തന്നെ അത് പല സ്കൂളായിട്ട് 18 വർഷം പല സ്കൂളിലെന്നുള്ളൂ HM അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്തു. ഞാൻ ഈ ലില്ലി ആൻറ്റിയുടെ സഹോദരിമാരെയാണ് കൂടുതൽ പരിചയം. അത് ജോസഫിനായാലും സെലീന ചേച്ചി ആയാലും ലൂസി ചേച്ചി ആയാലും പിന്നെ ജോളി, അതുപോലെ എല്ലാവരും നോക്കുമ്പോൾ ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും ഒരു കാര്യം ഏൽപ്പിച്ചാൽ മുന്നിട്ടിറങ്ങി ആ കാര്യങ്ങൾ നടത്തി പിന്നിലേക്ക് തിരിയുന്ന, മുന്നിട്ട് ഇറങ്ങിയ കാര്യം നടത്താതെ അവർ പിന്തിരിയില്ല എന്നതാണ് എൻ്റെ ഒരു അനുഭവം. കുറച്ച് അകലിൽ നിന്ന് കാണുമ്പോഴും അടുത്തിറങ്ങിയിട്ടും ലില്ലി ആൻറ്റിയെ നോക്കുമ്പോൾ ലില്ലി ആൻറ്റി തന്നെ വിളിക്കട്ടെ, കാരണം കുടുംബദ്രവയിലാണ് ഞാൻ ഓടി നിൽക്കുന്നതും. ലില്ലി ആൻറ്റി, ടോംസി ആൻറ്റി ഈ ഇത്രയും കാലം ഇവിടെ കേരളത്തിലും ഈ ഗോൾഡൻ ജൂബിലി വരെ കെനിയയിലും ജിജോച്ച പറഞ്ഞപ്പോഴാണ് ഒരു പുതിയ സംരംഭത്തിലേക്ക് സിസ്റ്റർ മുന്നിട്ടിറങ്ങുന്നതെന്ന് മനസ്സിലായത്. സിസ്റ്ററിനെ എനിക്ക് എപ്പോഴും തോന്നുന്നത് എപ്പോഴും ഭയങ്കര ആവേശവും പ്രായം ആവാത്ത, അത് തന്നെയാണ് നമ്മൾ ഈ ജൂബിലി വീഡിയോയിൽ കണ്ടത്. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഈ സിസ്റ്റർ ടോംസിക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ കൂടുതൽ നീട്ടാതിരിക്കുന്നുണ്ട്. കാരണം ആ വീഡിയോയിൽ കാണുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവസാനത്തിലായിട്ട് തുടക്കത്തിലുണ്ടായിരുന്നു അവരൊക്കെ കുറവ് ഇടുക എന്ന് പറയുന്നത് എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യാറുള്ളത്, സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ ജിജോച്ചത് വളരെ വ്യക്തമാക്കി. ഇരുണ്ട ഭൂഖണ്ഡമോ അവരെ കറുത്തവർന്നോ അങ്ങനെയൊന്നും വിളിക്കേണ്ട അതല്ല, വലിയ വ്യത്യസ്തമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും വളരെ പ്രാധാന്യം കൊടുക്കുന്ന നാട്ടിലാണ് സിസ്റ്റർ ടോംസി, മേരി ടോംസി ഇപ്പോൾ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത്. ആ വൈവിധ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ച് പ്രോത്സാഹിപ്പിച്ച് സിസ്റ്ററിൻ്റെ ഈ മിഷൻ പ്രവർത്തനം ഇനിയും ഏറ്റവും ഭംഗിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു. ഇന്നത്തെ താരമായ ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ ടോംസി, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സിസ്റ്റർ ടോംസിയുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. 50 വർഷക്കാലം സമർപ്പണ ജീവിതം നയിച്ചതിൻ്റെ ചാരിതാർത്ഥ്യവും കൃതജ്ഞതയും നിറഞ്ഞു നിൽക്കുന്ന സിസ്റ്റർ ടോംസിയുടെ സുവർണ ജൂബിലിയുടെ ഈ ആഘോഷവേളയിൽ സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഞാനും ആശംസിക്കുകയാണ് ജൂബിലി മംഗളങ്ങൾ. ഈ അവസരത്തിൽ ക്ലാരസഭയിലേക്ക്, പ്രത്യേകമായി തൃശ്ശൂർ അസിസി പ്രോവിൻസിലേക്ക് സിസ്റ്ററിനെ ഒരു ദാനമായി നൽകിയ നല്ല ദൈവത്തിനും സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾക്കും ചുങ്കത്ത് ഫാമിലിക്ക് മുഴുവനായും ഹൃദയപൂർവ്വം ഈ സമയം ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം ആൾക്ക് പ്രത്യേകമായിട്ട് ശക്തി നൽകി, ആരോഗ്യം നൽകി. ഈ ഗോൾഡൻ ജൂബിലിയുടെ നിറവിലും ആള് എപ്പോഴും എനർജറ്റിക് ആണ്. ഇപ്പോൾ ഞങ്ങൾ പുതിയ മിഷൻ തുടങ്ങിയ സിസ്റ്ററാണ് അത് തുടങ്ങാനായിട്ട് മുൻകൈ എടുത്തതും അതിനുവേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ സിസ്റ്റർ അവിടെ സുപ്പീരിയർ ആണ്. വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്. നെയ്റോബി ടൗണിൽ നിന്ന്, നമ്മുടെ ക്യാപിറ്റൽ ടൗണാണ് നെയ്റോബിയിൽ നിന്ന് ഏകദേശം 250-300 കിലോമീറ്റർ പോകണം. പാവപ്പെട്ട ഒരു ഏരിയ ആണ്. ഒരിടവക അധികം ജനങ്ങളൊന്നും അധികം ആക്റ്റീവല്ല പള്ളി ജോലികളിൽ. അവിടെ സുപ്പീരിയറായിട്ട് ജോലി ചെയ്യുന്നു. ആ സ്കൂളിൽ കുട്ടികളുണ്ടായിരുന്നു, പക്ഷേ സ്റ്റുഡൻസൊക്കെ പാവപ്പെട്ടവരായതുകൊണ്ടും പിന്നെ അവിടെ സ്കൂളിൽ നിന്നൊക്കെ വിട്ടുപോയി. അപ്പം നമ്മൾ ചെന്നതിന് ശേഷം അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരാനും പള്ളിയിലേക്ക് കൊണ്ടുവരാനൊക്കെ സിസ്റ്റർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് മിഷൻ വർക്ക് നമ്മൾ അവിടെ ചെയ്യാനുള്ളത്. പിന്നെ വിശ്വാസം നശിച്ചു പോകുന്ന ആ പ്രദേശങ്ങളിൽ
ജനങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ സിസ്റ്ററും അവിടെയുള്ള വേറെ 3 പേരാണ് അവിടെയുള്ളത്. സിസ്റ്റർ തോമസ് സുപ്പീരിയർ, പിന്നെ വേറെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും അതിയായി പരിശ്രമിക്കുന്നു. എല്ലാ മിഷൻ സ്റ്റേഷൻസും പാവങ്ങൾ തന്നെയാണ്. പക്ഷേ നെയ്റോബിയിലൊക്കെ ആകുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. പാവപ്പെട്ട ഏരിയയിലേക്ക് പോകാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സിസ്റ്റർ എപ്പോഴും വളരെ വില്ലിംഗ് ആയിട്ട് എല്ലാം ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. ഈ 50-ാം വർഷത്തിലും ഈ 75-ാം വയസ്സിലും സിസ്റ്റർ എപ്പോഴും എവർഗ്രീനായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ദൈവത്തിന് സിസ്റ്ററിന് ദൈവം നൽകിയ അനുഗ്രഹത്തിന് പ്രത്യേകം നന്ദി പറയാം. ഇനിയും ഞങ്ങളുടെ മിഷൻ കെനിയയിൽ വളരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇനിയും വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സിസ്റ്ററിന്. അപ്പോൾ സിസ്റ്ററിന് ഞങ്ങളുടെ പേരിലും കെനിയ മിഷന്റെ പേരിലും ഗോൾഡൻ ജൂബിലി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിന് താരമായ റവൽ സിസ്റ്റർ മേരി ടോംസി, അതുപോലെ ഈ സ്നേഹയോഗം ഉദ്ഘാടനം അധ്യക്ഷത വഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോർദിൻ അച്ഛ, അതുപോലെ അച്ഛൻ്റെ ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ച ഫാദർ ജിജോ അച്ഛ, അതുപോലെ പ്രിയപ്പെട്ട ബെന്നി അച്ഛ, സിസ്റ്റർ മേരി ടോംസി ആയിരിക്കുന്ന മഠത്തിൻ്റെ മദർ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ, അതുപോലെ സിസ്റ്ററിൻ്റെ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ മേരി ടോംസിയുടെ സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹിതരെ, ഇടഭാഗങ്ങളെ, സിസ്റ്റർ മേരി ടോംസിയുടെ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വരനെ പ്രാപിക്കുക എന്നതാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുനാഥിന് വേണ്ടി തന്റെ ജീവിതം കാഴ്ചവെച്ച ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ അംഗമായി തീർന്നതിന്റെ 50-ാം വാർഷികം ഗോൾഡൻ ജൂബിലി ഇപ്പോൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സിസ്റ്ററിന്റെ 25-ാം ജൂബിലി ആഘോഷിക്കുമ്പോഴും അന്നും ഇതുപോലെ ഞാനിവിടെ കയറി നിന്നിട്ടുണ്ട്. ഞാനന്ന് കൗൺസിലറൊന്നും ആയിരുന്നില്ല. ഷാജി പറഞ്ഞതുപോലെ അന്ന് കുടുംബ സുഹൃത്തുക്കളാണ്, അയൽവാസികളാണ് എന്ന് മാത്രം. സിസ്റ്റർ മേരി ടോംസി ഏവർക്കും ഒരു നല്ല സ്നേഹവസ്തുതമായ ഒരു കുശലാന്വേഷണങ്ങൾ നടത്തുന്ന ഒരു സഹോദരിയെ പോലെയും ചേച്ചിയെ പോലെയും എല്ലാവരുടെയും നാട്ടിൽ വന്ന എല്ലാവരെയും അന്വേഷിക്കുകയും എല്ലാവരും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സിസ്റ്ററായിരുന്നു. സിസ്റ്റർ മേരി ടോംസിയോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സിസ്റ്ററിന്റെ എനിക്ക് ഓർമ്മ വരുന്നത് സിസ്റ്ററിന്റെ ഈ ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ ഒരു സമർപ്പിതയുടെ ജീവിത പ്രവർത്തനവും എത്ര വലിയ ക്രൈസ്തവ സാക്ഷ്യമാണ് ലോകത്തിന് കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സിസ്റ്ററിന്റെ ജീവിതം ഈ തരത്തിൽ ജീവിതത്തിന് പ്രചോദനമേകിയ സിസ്റ്ററിന്റെ മാതാവ് ഒരു സിസ്റ്ററിനെ ഇതിനായി ഒരുക്കിവിട്ട സിസ്റ്ററിന്റെ സഹോദരന്മാർ, പ്രിയപ്പെട്ട അമ്മച്ചി ത്രേസ്യച്ചേടത്തി, ഞാൻ എന്നും ഓർക്കും, പ്രാർത്ഥിക്കും. ഒരു നല്ല കുടുംബ മഹിമയുള്ള പ്രാർത്ഥനാ ചൈതന്യമുള്ള മര്യാദയായ ഒരു നല്ല തറവാട്ടമ്മ. ഏതിലെ കടന്നു പോകുമ്പോഴും മൂത്ത മകന്റെ വീട്ടിൽ നിന്ന് ഇളയ മകന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോഴും ഇളയ മകന്റെ മൂത്ത മകന്റെ വീട്ടിൽ കടന്നു പോകുമ്പോഴും അവിടെ വരുമ്പോൾ എന്നെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് വിശേഷം ചോദിക്കും. അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ മകള് എല്ലാ കോളേജില് അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ചെറിയ സഹോദരി മകളെന്ന നിലയിൽ സിസ്റ്ററിന് എന്നോട് അമ്മച്ചിക്ക് എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ഭയങ്കര എന്താണ് മോളെ വിശേഷം, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ ചേച്ചിക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. എപ്പോഴും എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയുള്ള വലിയ ഭക്തിയായ ഒരു ചേട്ടത്തിയായിരുന്നു ചേച്ചി. എല്ലാവരോടും സ്നേഹത്തോടെ ഐക്യത്തോടെ പെരുമാറാനും കുശലങ്ങൾ അന്വേഷിക്കുവാനും ചേച്ചിക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ടി വിയിൽ ഇപ്പോൾ ഞാൻ ആ മുഖം കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അന്ന് കണ്ട ഓർമ്മകളും അന്നത്തെ സംസാര രീതികളും ഒക്കെ തിളങ്ങി വിളങ്ങുകയായിരുന്നു. യേശുനാഥന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാനായി ഇറങ്ങി തിരിച്ച സിസ്റ്റർ മേരി ടോംസിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്.
സിസ്റ്ററിന്റെ വിശ്രമ ജീവിതം ഏറെ സന്തോഷപ്രദമാകട്ടെ. തുടർന്നുള്ള പുതിയ പ്രവർത്തന മണ്ഡലം ആ കർമ്മരംഗം ഏറ്റവും ശോഭനമായി തീരട്ടെ. സിസ്റ്ററിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സിസ്റ്ററിന് ഏറെ പ്രവർത്തിക്കുവാനും പ്ലാറ്റിനവും വജ്രവും ജൂബിലികൾ ആഘോഷിക്കുവാനും ഇടവരട്ടെ. അതുപോലെ അടുത്തു വരുന്ന നവവത്സരത്തിന്റെ ആശംസകളും ഏവർക്കും നേർന്നുകൊണ്ടും ഈ സുന്നത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എന്ന് പാടിയ പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടെയാണ് സമർപ്പണ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹം നിറഞ്ഞ ലിലി ചേച്ചി സിസ്റ്റർ ടോംസി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത്. കൃതജ്ഞതയും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കും പറയാനുള്ളത് മറ്റൊന്നുമല്ല, അമ്മയുടെ ആ സങ്കീർത്തനം തന്നെയാണ്. ഇടവകയ്ക്കും ചുമതല കുടുംബാംഗങ്ങൾക്കും ഇന്ന് ഏറെ സന്തോഷം നിറഞ്ഞ സുദിനമാണ്. കാരണം 5 പതിറ്റാണ്ടുകൾ സമർപ്പണ ജീവിതത്തിന്റെ പരിശുദ്ധി നിറഞ്ഞ കനൽ വഴികളിലൂടെ സിസ്റ്റർ ടോംസി നിറഞ്ഞ പുഞ്ചിരിയോടെ നടന്നു നീങ്ങിയതിന്റെ ആത്മീയ ആനന്ദം തന്നെയാണ് ഈ കൂട്ടായ്മയിൽ പങ്കുവെക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത്. യൗവനത്തിന്റെ വസന്തത്തിൽ ദഗ്ധനായി ജനിച്ച് ജീവിച്ച് മരിച്ച നസ്രസിലെ യേശുവിനെ അടുത്ത് അനുകരിക്കാനുള്ള ഉറച്ച തീർമാനത്തോടെയാണ് സിസ്റ്റർ ടോംസി തന്റെ ദേവോളി തീർച്ചയാണെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സമൂഹത്തിന്റെ ഭാഗമായി ചേർന്നത്. അന്നു മുതൽ ഇന്ന് വരെ സിസ്റ്ററിന്റെ സ്നേഹ സേവനങ്ങൾ ഏറ്റുവാങ്ങിയ ദൈവമക്കൾ നിരവധിയാണ്. പ്രൊഫഷണലി ഒരു അധ്യാപികയാണെങ്കിലും സിസ്റ്റർ ടോംസിയിൽ വിളങ്ങി നിന്ന മിഷൻ ചൈതന്യം ഈ ചേച്ചിയെ കൊണ്ടെത്തിച്ചത് ആഫ്രിക്കയിലെ കെനിയ എന്ന സ്ഥലത്തുള്ള പാവപ്പെട്ട ദൈവമക്കളുടെ ഇടയിലേക്കാണ്. കഴിഞ്ഞ 25 വർഷക്കാലം കെനിയയിലെ വിവിധ മിഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും വളർത്തിക്കൊണ്ടുവരുവാനും FCCയുടെ അധികാരികൾ സദാ തിരഞ്ഞെടുക്കുന്നത് സിസ്റ്റർ ടോംസിയാണ്. നലം തികഞ്ഞ നിശ്ചയദാർഢ്യവും ജ്വലിക്കുന്ന ദൈവസ്നേഹവും പ്രേക്ഷിത തീക്ഷ്ണതയുമുണ്ട് മിഷനിലെ പാവപ്പെട്ട ദൈവമക്കളുടെ മനം കവർന്ന ഈ നല്ല സമർപ്പിത അവർക്ക് അമ്മയായി സഹോദരിയായി ലോകത്തെ ഉണർത്താൻ നിയോഗിക്കപ്പെട്ട ആനന്ദത്തിന്റെ സാക്ഷികൾ എന്നാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സമർപ്പിതരെ വിശേഷിപ്പിക്കുന്നത്. സുവിശേഷത്തിന്റെ ആനന്ദം അതിന്റെ തീവ്രതയിൽ അനുഭവിച്ച് അത് പങ്കുവയ്ക്കുന്ന സിസ്റ്റർ ടോംസിയുടെ നിതാന്ത ജാഗ്രതയും സംരംഭ്യതയും സമർപ്പിതർക്കെല്ലാം നല്ല മാതൃകയും പ്രചോദനവുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലേഖയുടെ പുസ്തകത്തിലാണ് ജൂബിലിയെ കുറിച്ചുള്ള അറിവ് നമുക്ക് സഭയ്ക്കായി ലഭിക്കുന്നത്. ജൂബിലി എന്നാൽ അത് പുതിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കാരണം തന്നെയാണ്. അവിടെ വിവരിക്കുന്നത് പഴമയുടെ പരാധീനതകളല്ല, പരിശുദ്ധിയാണ്, പുതുമയുടെ പരിശുദ്ധിയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ പിടിച്ച വിശുദ്ധതയെന്ന് ഈ ജൂബിലി വേള നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആധുനികതയുടെ അതിർവരമ്പുകളിൽ അധികമാരും അറിഞ്ഞു പുണരുന്ന ഒരു ജീവിതമല്ല സന്യാസം. കാരണം സ്നേഹം, ആത്മാർത്ഥത, സമർപ്പണം എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ സമൂഹത്തിൽ അന്യം പോയിരിക്കുന്നു. ഇവിടെയാണ് സിസ്റ്റർ ടോംസിയുടെ ലളിത ജീവിതം നൽകുന്ന വെളിപ്പെടുത്തലുകൾ ഒരു പാഠപുസ്തകം കണക്കെ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവനിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന തിരുവചനത്തിന്റെ ആൾരൂപമായി, അഭിഷേകത്തിന്റെ അടയാളമായി അധികാരികൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ച് മുന്നേറുന്ന ഈ സിസ്റ്റർ ടോംസിയുടെ ഊർജ്ജസ്വലതയും ദൈവകൃപയുടെ സാന്നിധ്യമാണ് നമുക്ക് പകർന്നു തരിക. ആർക്കും എപ്പോഴും സമീപിക്കാൻ സാധിക്കുന്ന സുന്ദരവും ലളിതവുമായ പെരുമാറ്റ ശൈലി കൊണ്ട് തന്നെ കഴിഞ്ഞ 50 വർഷക്കാലം ഏൽപ്പിക്കപ്പെടുന്ന ഏത് ശുശ്രൂഷയിലും മികവ് പുലർത്താനും
അനാരോഗ്യം അവഗണിച്ച് ആത്മാർത്ഥതയോടെ മുന്നേറാനും സിസ്റ്ററിന് കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷത്തോടെ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. സിസ്റ്റർ ടോംസിയുടെ ചുമത്തെ കുടുംബാംഗങ്ങൾക്കും തിരുസഭയ്ക്കും അനേകം ദൈവമക്കൾക്കും ലഭിച്ച എണ്ണമറ്റ ദൈവകൃപകൾക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതോടൊപ്പം സുവർണ ജൂബിലിയുടെ 1000 പ്രാർത്ഥന ആശംസകളും അഭിനന്ദനങ്ങളും ഏറെ സ്നേഹത്തോടെ ഞാൻ നേരുന്നു. അവർണ്ണീയമായ ദാനത്തിന് ദൈവമേ അങ്ങേക്കു സ്തുതി. ഇന്നത്തെ ബഹുമാന താരം ഞങ്ങളുടെ സ്നേഹമുള്ള സിസ്റ്റർ ടോംസി, വേദിയിലെ വൈദികരെ, സിസ്റ്റർ ദേവമിത്രാദികളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സിസ്റ്റർ ടോംസിയെ പരിചയപ്പെട്ടത് എൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ്. ആങ്ങളുടെ ഭാര്യയുടെ പേര് ടോംസി എന്നാണ്. അപ്പോൾ ആങ്ങളുടെ ഭാര്യയ്ക്ക് ടോംസി എന്നുള്ളത് സിസ്റ്ററിൻ്റെ പേരാണ്. അപ്പോൾ സിസ്റ്ററിന് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. സിസ്റ്ററിനെ ഞാൻ മഠത്തിൽ വന്നതിന് ശേഷം, സിസ്റ്റർ ആഫ്രിക്കയിൽ പോയതിന് ശേഷം വരുമ്പോഴൊക്കെ സിസ്റ്റർ എന്നെ കാണാനും അല്ലെങ്കിൽ ഞാൻ സിസ്റ്ററിനെ കാണാനും എന്തെങ്കിലും അവസരം ഉണ്ടാക്കി കണ്ടുമുട്ടാറുണ്ട്. അപ്പോഴൊക്കെ സിസ്റ്ററിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ സിസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞതെല്ലാം വാസ്തവമാണ്. എല്ലാവരും 25 വർഷത്തോളം നാട്ടിലെ വിദ്യാലയങ്ങളിൽ അനേകം വിദ്യാർത്ഥികളിൽ വിജ്ഞാന വെളിച്ചം കൊളുത്തി വെച്ച സിസ്റ്റർ ആഫ്രിക്കയിലേക്ക് കടന്നു പോയിട്ട് ഇപ്പോൾ 25 വർഷമായിട്ടുണ്ട്. ഇനിയും തുടർന്ന് സിസ്റ്ററിൻ്റെ സേവനം അവിടെയുള്ളവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും അനുഭവിക്കാനായിട്ട് വരട്ടെ. അതിനേക്കാൾ ഉപരിയായി സിസ്റ്റർ വിദ്യാലയത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് റീജിയണൽ സുപ്പീരിയർ ആയിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ വൊക്കേഷൻ ഉണ്ടായി. അവിടെ തന്നെ സിസ്റ്റേഴ്സ്, അവിടുത്തെ ആഫ്രിക്കയിൽ നിന്ന് തന്നെ സിസ്റ്റേഴ്സ് രൂപീകരിച്ചതൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ധാരാളം വൊക്കേഷൻസ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ സിസ്റ്ററിൻ്റെ ശ്രമഫലമായി വളരെ 2-3 പേരൊക്കെയാണ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത്. വളരെയധികം ത്യാഗവും ഒക്കെ സഹിച്ചിട്ടാണ് അങ്ങനെ അവിടെ സേവനം അനുഷ്ഠിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകി സർവശക്തനായ ദൈവം സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ ഉപഹാരം സിസ്റ്ററിനെ സമർപ്പിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയരെ, 60 മുതൽ ഈ നിമിഷം വരെ ഞാൻ എൻ്റെ ലില്ലി എന്ന് ഞാൻ പറയുള്ളൂ. ലില്ലി എന്നാണ് ഞങ്ങൾ തുടക്കത്തിലുള്ള പേര്. ഇത് പിന്നെ സിസ്റ്റർ ടോംസി ആയപ്പോൾ എല്ലാവരുടെ മുന്നിലും നമ്മൾ ലില്ലിനെ അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് സിസ്റ്റർ ടോംസി എന്ന പേരുണ്ടായി. 2 വ്യത്യസ്ത ക്യാരക്ടറുള്ള 2 വ്യക്തികളാണ് ഞാൻ ടോംസി. ടോംസി ആണെങ്കിൽ വളരെ അടക്കവും ഒതുക്കമൊക്കെ ഉള്ളൊരു കുട്ടി. ഞാനാണെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് നാഷണൽ കോളേജ് പഠിക്കുമ്പോൾ തന്നെ കളിച്ചിരുന്നു. പിന്നെ കുറച്ച് കുസൃതികളൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ ഒരു കോളേജ് അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തു. പ്രൊഫസർ സരസ്വതി എന്നാണ് അറിയപ്പെടുന്നത്. സ്പോർട്സ് തലത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, ഇന്ത്യൻ ഇന്റർനാഷണൽ ഒരുപാട് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ടോംസി കന്യാസ്ത്രീയായിട്ട് നിൽക്കുന്നതുപോലെ കല്യാണം കഴിക്കാതെ ഞാനും ഈ തലത്തിൽ നിൽക്കുകയാണ്. സേവനത്തിൻ്റെ പാതയിൽ സേവനമാണ് ഞങ്ങളുടെ 2 പേരുടെയും മുഖമുദ്ര. അത് തന്നെ ആയിരിക്കാം ഞങ്ങൾ 2 പേരെയും കൂട്ടിയോജിപ്പിച്ചത്. പിന്നെ ടോംസി പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നു, എന്തിനാ താൻ ഈ കന്യാസ്ത്രീ ആവുന്നത്? കന്യാസ്ത്രീ ആവുന്നതിൽ എനിക്ക് വിരോധമില്ല. കാരണം സിസ്റ്റേഴ്സ് എല്ലാവരും ടച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂളിലും കോളേജിലും എന്നെ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുകയും സിസ്റ്റേഴ്സിൻ്റെ നിർബന്ധപ്രകാരം പെരിങ്ങോട്ടുകാരാണ് കോൺവെന്റ് LF കോളേജിലേക്ക് അഡ്മിഷൻ മേടിക്കുകയും ചെയ്തത്. അങ്ങനെ അവിടെ എനിക്ക് വളരെ നല്ലൊരു സ്വാഗതമാണ്. 5 വർഷവും അവിടെ തിളങ്ങാനും വിളങ്ങാനും, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് നാഷണൽ 3 ഗെയിം, ബാഡ്മിൻ്റൺ, ടെന്നീസ്, ടേബിൾ ടെന്നീസ്. പക്ഷെ അപ്പോഴും അച്ചടക്കത്തോടെ വളരെ ഭവ്യതയോടെ എന്താണ് ഒരു കന്യാസ്ത്രീ, എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീ ഇരിക്കേണ്ടതെന്ന് അഭിമാനത്തോടെ ഇപ്പോഴും പറയാൻ പറ്റുന്ന ഒരാളാണ്.
കാരണം എന്നും ആ ഭവ്യത, ഹംബിൾനെസ്, സിംപ്ലിസിറ്റി എല്ലാത്തിനും എന്ത് പേരിട്ടാലും അത് ടോംസിയാണ്. ഞാൻ വെറുതെ സൂചിപ്പിക്കാൻ പറയുന്നതല്ല കൂട്ടുകാരെ. കാരണം 15 വയസ്സ് മുതൽ ഇന്ന് വരെ അടുത്തറിയുന്ന 99 ഇവിടെ നിന്ന് പോകുന്നത് വരെ ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുമിച്ച് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സങ്കടങ്ങൾ മനുഷ്യ സഹജമാണല്ലോ. എന്തെങ്കിലും വിഷമങ്ങൾ തോന്നിയാൽ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, അത് ആദ്യം പറയാം. ടോംസിയോട് ഞാൻ വിളിച്ചു പറയും, എടോ ഇങ്ങനെ ഒരു സംഭവം, അത് സാറില്ലോ പോട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം. പിന്നെ ടോംസി ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ കയറിയപ്പോൾ കോളേജിൽ പഠിപ്പിക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരു വ്യക്തിയാണ് ടോംസി എന്ന് ഞാൻ പറയുന്നതിൽ ഒരിക്കലും അതിശയോക്തിയില്ല. കാരണം MA പഠിക്കുമ്പോൾ MA ക്ലാസ് കിട്ടാതെ അങ്ങനത്തെ ഇതുകൊണ്ട് കോളേജിൽ കയറാൻ പറ്റിയില്ലെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അയൽപക്കത്തുള്ള സ്കൂളിലും പഠിപ്പിക്കാൻ വന്നു. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സിസ്റ്ററായിരുന്നു. പിന്നെ ടോംസി അതിനിടയിൽ കൊല്ലത്ത് ഈ ഡെഫ് ആൻഡ് ഡമ്മിൻ്റെ ഒരു ട്രെയിനിങ് കൂടെ പാസ്സായിരുന്നു. അത് ശരിക്കും അതൊക്കെ വളരെ ഭയങ്കര ക്ഷമയും സഹിഷ്ണുതയും സ്നേഹിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാവുന്ന ഒരു കോഴ്സ്. ഞാൻ അവിടെ പോയി കണ്ടിരുന്നു. ആ കുട്ടികളെ കണ്ടപ്പോഴാണ് നമുക്ക് പേടിയാവും, വിഷമാവും. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ടോംസിനെ കുറിച്ച് പറഞ്ഞു വന്നാൽ എത്ര പറഞ്ഞാലും തീരുകയില്ല. ഞാനൊരു പ്രാസംഗികയല്ല, പ്രവർത്തിച്ചാൽ മാത്രം നേട്ടം കൈവരിക്കാവുന്ന സ്പോർട്സിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഞാൻ മിനിയാന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. എൻ്റെ സിസ്റ്റർ എന്ന ഹോസ്പിറ്റലാണ്. അവിടെ നിന്നാണ് ഞാൻ ഓടിപ്പെടുത്ത് ഇത് പങ്കെടുക്കാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. സാധിച്ചത് ഈശ്വരനോട് നന്ദി പറയുന്നു. എല്ലാത്തിനും നിമിത്തവും നിയോഗവുമായത് വേറെ ഒന്നുമല്ല, ഈശ്വരനാണ്. ഞങ്ങൾ രണ്ടുപേരും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല ടോംസിയുടെ ഒരുപാട് കൂട്ടുകാർ, കന്യാസ്ത്രീകളായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ എനിക്ക് ഫ്രണ്ട്സാണ്. ഇന്നും ഈ പിന്നെ ചിരടുണ്ടല്ലോ, FCCയുടെ ചിരടുണ്ടല്ലോ, അത് കണ്ട് എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹമാണ്. കാരണം പ്രേമോട്ടർ പഠിക്കുന്ന കാലം മുതൽ പിന്നെ ടോംസി കന്യാസ്ത്രീ ആയതുകൊണ്ട് അത് കാണുമ്പോൾ ഞാൻ സാധാരണ ബസ്സിലോ അല്ലെങ്കിൽ യാത്രയിലോ ആരോട് സംസാരിക്കാറില്ല. പക്ഷെ ആ ചരട് കണ്ടാൽ ഞാൻ അങ്ങോട്ട് കാര്യം പരിചയപ്പെടും. FCC ഇതാണല്ലേ. ഇപ്പൊ ഈയിടെ ഞാൻ മെയില് ഫ്രാൻസിസ് അസിസിയുടെയും വത്തിക്കാനിലും എല്ലാം പോകാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. ഞാനൊരു ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ പ്രസംഗിക്കാനുള്ള തയ്യാറെടുപ്പിൽ വന്നതല്ലാത്തതുകൊണ്ടും 2 വാക്ക് പറയുന്നത് മനസ്സിൽ ആഗ്രഹം തോന്നിയതുകൊണ്ട് ഞാൻ ടോംസിയോട് പറഞ്ഞു എനിക്ക് തന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയണം എന്ന് പറഞ്ഞത് പ്രകാരം എന്നോട് എത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും എനിക്ക് അഭിമാനത്തോടെ അല്പം അഹങ്കാരത്തോടെ പറയാൻ കഴിയും, എന്താണ് ഒരു കന്യകാസ്ത്രീ, ആരാണ് ഒരു ദൈവത്തിൻ്റെ ഒരു ഇത്, അത് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഭിമാനത്തോടെയും അല്പം അഹങ്കാരത്തോടെയും എല്ലാവരോടും പറയാൻ സന്തോഷമുണ്ട്. ഈ ഇങ്ങനൊരു അവസരത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടും ടോംസിക്ക് ഒരുപാട് കാലം കൂടെ ഈ സേവനത്തിന്, ഇതുപോലെയുള്ള സേവനത്തിന് ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും പകരാനുള്ള ഈ അവസരം ഈശ്വരൻ ഒരുക്കി കൊടുക്കട്ടെ. ആയുരാരോഗ്യത്തോടെ സൗഖ്യത്തോടെ കുറെ കാലം കൂടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ജൂബിലികളും ആഘോഷിക്കാൻ. മറ്റേ 25ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഈശ്വരൻ യോഗം പോലെ അതിന് സാധിച്ചു, ഇനിയും സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.